കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. കർണൻ തന്റെ ശക്തിയെല്ലാം പ്രയോഗിച്ച് അർജുനനെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അർജുനൻ തന്റെ ശരങ്ങൾ കൊണ്ട് കർണന്റെ കിരീടം താഴെ വീഴ്ത്തി. അങ്ങനെ യുദ്ധം തുടരുന്ന വേളയിലാണ് പഴയ ശാപം കർണന് ഫലിച്ചത്. കർണന്റെ രഥചക്രം ഭൂമിയിൽ താഴ്ന്നുപോയി. കർണൻ ആകെ നിരാശനായി തേരിൽ നിന്നും താഴെയിറങ്ങി തന്റെ രഥചക്രം ഉയർത്തുവാൻ ശ്രമിക്കുന്നു. അപ്പോഴും അർജുനൻ അസ്ത്രം അയച്ചു. കർണൻ പറഞ്ഞു, അർജുന, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ നിരായുധനാണ്. ഞാൻ എൻ്റെ തേർച്ചക്രം ഉയർത്തട്ടെ. ചക്രം ഉയർത്തുന്നതുവരെ നീ ക്ഷമിക്കൂ, അല്ലാതെ അധർമ്മം കാണിക്കരുത്. കർണന്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ രഥത്തിലിരുന്ന് കർണനോട് ചോദിക്കുന്നു, ദ്രൗപദിയെ കൗരവസഭയിലേക്ക് കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എവിടെ പോയിരുന്നു നിന്റെ ധർമ്മബോധം? അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെ ചുട്ടുകൊല്ലുവാൻ തീരുമാനമെടുത്തപ്പോൾ എവിടെ പോയി ധർമ്മബോധം? അഭിമന്യുവിനെ വധിച്ചപ്പോൾ എവിടെയായിരുന്നു കർണ ഈ ധർമ്മബോധം?